Welcome you all. Today we are going to discuss about the module 3 of the subject sustainable engineering. First we can see what all are the contents of this module 3. First one is environmental management standards, then ISO 14001-2015 framework and benefits. Then the third topic is scope and goal of life cycle analysis or LCA. Then the fourth topic is circular economy and biomimicking. Then fifth one is environment impact assessment or EIA. And last one is industrial ecology and industrial symbiosis. So these all are the contents of this module 3. So we will discuss each and every content in detail. So our first topic is environmental management system. So what do you mean by an environmental management system? So environmental management system is a framework that helps an organization to achieve its environmental goals through consistent review, evaluation and improvement of its environmental performance. So ഓരോ ഓർഗനൈസേഷനും നമുക്കൊരു എൻവിറോൺമെൻ്റൽ ഗോൾസ് ഉണ്ടാവും. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം മൂലം എൻവിറോൺമെൻറ്റിന് ദൂഷ്യഫലമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള എൻവിറോൺമെൻ്റൽ ഗോൾസ് ഉണ്ടാവും. സോ ഈ ഒരു എൻവിറോൺമെൻ്റൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എങ്ങനെ? ത്രൂ കൺസിസ്റ്റൻ്റ് റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിവ്യൂ ഇവാലുവേഷൻ മുഖേന ഈ എൻവിറോൺമെൻ്റൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. സോ ദാറ്റ് ഇംപ്രൂവ്മെൻ്റ് ഓഫ് ഇറ്റ്സ് എൻവിറോൺമെൻ്റൽ പെർഫോമൻസ്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ മൂലം എൻവിറോൺമെൻറ്റിന് ഉണ്ടാവുന്ന ദൂഷ്യഫലമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ മാക്സിമം കുറക്കുക ത്രൂ കൺസിസ്റ്റൻ്റ് റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ. Okay, and also EMS or environmental management system is defined as that a tool that enables an organization to control impact of its activities, products or services on natural environment. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ്, അതുപോലെ ആ ഓർഗനൈസേഷൻ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ്, അതുപോലെ ഈ ഓർഗനൈസേഷൻ്റെ സർവീസസ് മൂലം നമ്മുടെ നാച്ചുറൽ എൻവിറോൺമെൻറ്റിന് ഉണ്ടാവുന്ന എഫക്റ്റുകൾ കുറക്കുക. സോ this EMS is a tool that enables an organization to control its impacts of its activities, products or services on natural environment. And it helps organization to reduce its environmental impacts and increase operating efficiency. അതായത് ആ ഒരു ഓർഗനൈസേഷൻ മൂലം എൻവിറോൺമെൻറ്റിന് ഉണ്ടാവുന്ന എഫക്ട്സ് ദൂഷ്യഫലമായിട്ടുള്ള എഫക്ട്സ് കുറക്കുകയും അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ആ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി എൻവിറോൺമെൻറ്റിന് ഇമ്പാക്റ്റ് ആവാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് കൂട്ടാം എന്നുകൂടി ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റാണ് എൻവിറോൺമെൻ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് ഫോർ ഡെവലപ്പിംഗ്, implementing and maintain policy for environment protection. So ഇതൊരു environmental protection policy കൂടിയാണ് ഈ environment management system എന്ന് പറയുന്നത്. So an EMS mainly serves the following function. എന്തൊക്കെ functions ആണ്? First one is serves as a tool to provide systemic way of managing an organization's environmental affairs. ഒരു ഓർഗനൈസേഷൻ്റെ എൻവിറോൺമെൻ്റൽ അഫയേഴ്സ് ഒരു സിസ്റ്റമിക് രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക. Then second one is it gives order and consistency for organization to address environmental concern. എൻവിറോൺമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് കൺസേൺസ് ഈ ഒരു ഓർഗനൈസേഷന് അഡ്രസ്സ് ചെയ്യാൻ പറ്റും ഇൻ എൻ കൺസിസ്റ്റൻസ് വേ. Okay, and third one is focus on continual improvement of the system. അതായത് എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് കുറച്ചിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മാക്സിമം എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം. സോ ഓവറോൾ ഇറ്റ് ഫോക്കസസ് ഓൺ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു EMS സിസ്റ്റത്തിൻ്റെ എങ്ങനെ മീൻസ് എന്താ, ഒരു തവണ നമ്മൾ ഈ ഒരു എൻവിറോൺമെൻ്റൽ പോളിസി ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് എങ്ങനെ വീണ്ടും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് ഫോക്കസ് ചെയ്യും.
The EMS framework follows a plan, do, check, act cycle. അതായത് PDCA എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഫോർമാറ്റിലാണ് ഈ EMS ഫ്രെയിംവർക്ക്, അതായത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഫ്രെയിംവർക്ക് വർക്ക് ചെയ്യുന്നത്. ഒരു പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്, PDCA, പ്ലാൻ, ഡു, ചെക്ക്, ആക്ട് സൈക്കിൾ ആയിട്ടാണ്. Okay, if this cycle is followed constantly, it leads to continuous improvement of the system. അതായത് ഈ സൈക്കിൾ വീണ്ടും വീണ്ടും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, കോൺസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ദാറ്റ് EMS എന്താ, ആ ഒരു EMS എന്താ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്ത് വരും. ആ ഒരു ഓർഗനൈസേഷൻ്റെ EMS കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്ത് വരും. ആ ഒരു സിസ്റ്റം കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. സോ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ PDCA സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലാൻ, ആദ്യം നമ്മൾ ഒരു പോളിസി പ്ലാൻ ചെയ്യും, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊക്കെ ഒരു പ്ലാനിങ്, ഓർഗനൈസേഷൻ രീതിയിൽ ഒരു പ്ലാനിങ് നടത്തുന്നു. ദെൻ ഡു, ആ ഒരു പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക, അതാണ് ഈ ഡു കൊണ്ട് അർത്ഥാക്കുന്നത്. ദെൻ ചെക്ക്, അതായത് ഇപ്പം ഈ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എറർ ഉണ്ടോ, അല്ലെങ്കിൽ ദൂഷ്യഫലമായിട്ട് എൻവയോൺമെന്റിനെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടോ, അതൊക്കെയാണ് ഇവിടെ ചെക്കിൽ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആക്ട്. അപ്പോൾ ഈ ചെക്കിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ചിട്ട് എന്തൊക്കെ മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താം, ഓക്കെ, അതാണ് ഈ ആക്ട്. സോ ആ ആക്ട് അനുസരിച്ച് വീണ്ടും പ്ലാൻ നടക്കും. സോ ഈ സൈക്കിള് കോൺസ്റ്റന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വി ക്യാൻ സേ എ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വിൽ ബി ദർ ഇൻ ദാറ്റ് സിസ്റ്റം. ഓക്കെ, സോ ഇതാണ് ഒരു EMS ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഹാവിങ് എ PDCA സൈക്കിൾ. PDCA എന്ന് പറഞ്ഞാൽ പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട്. പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്ലാനിങ്, ഐഡന്റിഫൈങ് എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഓർഗനൈസേഷൻസ് എൻവയോൺമെന്റൽ പോളിസി. പ്ലാനിങ്, ഐഡന്റിഫൈങ് ദ എൻവയോൺമെന്റൽ ആസ്പെക്ട് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ്, അതായത് നമുക്ക് ഫൈനലി ഏതൊക്കെ ഗോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഓക്കെ, എന്തൊക്കെ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ഉണ്ട്, ഇതൊക്കെ പ്ലാൻ ചെയ്യുക, അതാണ് ഈ എൻവയോൺമെന്റൽ പ്ലാനിങ്. ഫസ്റ്റ് PDCA സൈക്കിളുടെ പ്ലാൻ കൊണ്ട് അർത്ഥാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡു. ഡു എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ദ പ്ലാൻഡ് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ്. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ആളുകളെ ഒക്കെ ട്രെയിൻ ചെയ്യുക, അതുപോലെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കുന്നത് ഈ ഡു എന്ന് പറയുന്ന ഫ്രെയിംവർക്കിലാണ്. സോ ഡു എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ദ പ്ലാൻഡ് പ്രോസസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ചെക്ക്. ചെക്ക് മീൻസ് ചെക്കിംഗ് ഓർ മോണിറ്ററിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ്. അതായത് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് പ്ലാൻ ചെയ്ത ആക്ടിവിറ്റി ഡൂയിൽ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലേ, ചെക്കിൽ വരുന്ന സമയത്ത് ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത പ്രോസസ്സിനെ നമ്മൾ മോണിറ്റർ ചെയ്യുകയും അതിലുള്ള കറക്റ്റീവ് ആക്ഷൻസ് നോക്കി വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഈസ് ആക്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ റിവ്യൂയിങ്, ദാറ്റ് ഇൻക്ലൂഡ്സ് progress reviews and action to make needed changes which continually improve performance of the environmental management system. ആക്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ട് എന്താ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ, ആ കറക്റ്റീവ് ആക്ഷൻസിനെ നമ്മൾ റിവ്യൂ ചെയ്യുകയും ആ റിവ്യൂ ചെയ്ത ആക്ഷൻസ് എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാമെന്ന് നോക്കുകയും ചെയ്യുന്നു. അത് എന്നിട്ട് വീണ്ടും ആർക്ക് കൊടുക്കുന്നു, പ്ലാനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്ലാനിങ്ങിൽ വീണ്ടും ആ ഒരു എൻവയോൺമെന്റൽ ഗോൾസ് വെച്ചിട്ട് വീണ്ടും ഒരു പോളിസി അവിടെ നമ്മൾ പ്ലാൻ ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ PDCA സൈക്കിൾ അല്ലെങ്കിൽ PDCA EMS ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. EMS ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു PDCA സൈക്കിളാണ്. എന്തൊക്കെയാണ്? പ്ലാൻ, ഡു, ചെക്ക് ആൻഡ് ആക്ട്. സോ PDCA സൈക്കിൾ എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, നൗ ഓക്കെ, ഇതും നമ്മുടെ ഒരു PDCA സൈക്കിൾ തന്നെ. നിങ്ങൾക്ക് കാണാം ഇവിടെ പ്ലാൻ. അപ്പോൾ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുക, എന്തൊക്കെയാണ്? സെലക്ട് ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റി. എവിടെയാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ളത്? അനലൈസ് കറണ്ട് സിറ്റുവേഷൻ ഓർ പ്രോസസ്. ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ ഈ ഒരു നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ? ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഇപ്പോൾ ഉള്ള കറണ്ട് സിറ്റുവേഷൻ അനലൈസ് ചെയ്യണം. ഓക്കെ, സോ അനലൈസിങ് ദ കറണ്ട് സിറ്റുവേഷൻ ഓർ പ്രോസസ്. ഐഡന്റിഫൈ ദ റൂട്ട് കോസസ്. അപ്പോൾ ഏതൊക്കെ
ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഇമ്പാക്റ്റുകൾ നമുക്ക് ദോഷമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ റൂട്ട് കോസസ് കണ്ടെത്തുക. അത് വെച്ചിട്ട് ജനറേറ്റ് ആൻഡ് ചൂസ് സൊല്യൂഷൻ, അത് വെച്ച് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ആ സൊല്യൂഷൻ നമ്മളൊരു പ്ലാനിങ് ആയിട്ട് വെക്കുന്നു. അപ്പോൾ ഈ പ്ലാൻ എന്ന് പറയുന്നതിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. സെലക്ട് ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ദെൻ അനലൈസ് ദ കറണ്ട് സിറ്റുവേഷൻ ഓർ പ്രോസസ്, ദെൻ ഐഡന്റിഫൈ ദ റൂട്ട് കോസസ്, ദെൻ ജനറേറ്റ് ആൻഡ് ചൂസ് സൊല്യൂഷൻസ്. ഓക്കെ, സോ നമ്മൾ ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഒരു പ്ലാനിങ് ആക്കി വെച്ചു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡു. ഡു എന്ന് പറഞ്ഞാൽ മാപ്പ് ഔട്ട് ആൻഡ് ഇംപ്ലിമെന്റ് എ ട്രയൽ റൺ, അതായത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഡു കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഇംപ്ലിമെന്റ് ചെയ്ത ആ പ്രോസസ്സ് ചെക്കിൽ വരുന്ന സമയത്ത് വി വിൽ അനലൈസ് ദ റിസൾട്ട്, അതായത് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു എൻവിറോൺമെന്റൽ ഗോൾസ് ഉണ്ടാവും, ആ ഗോൾസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അതുകൂടാതെ വേറെ എന്തെങ്കിലും എൻവിറോൺമെന്റിന് ദൂഷ്യമായിട്ട് ഭാവിക്കുന്ന എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. ഓക്കെ, അത് വെച്ചിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു ഇൻ കേസ് ഓഫ് ചെക്ക്. ഓക്കെ, ചെക്ക് എന്ന് പറയുന്ന സൈക്കിൾ. നെക്സ്റ്റ് വൺ ഈസ് ആക്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ അഡോപ്റ്റ്, അഡാപ്റ്റ് ഓർ അബാൻഡൻ. ഒന്നെങ്കിൽ ആ ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ നേരത്തെ ഇവിടെ പ്ലാൻ ചെയ്ത ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്ത ആക്ടിവിറ്റി അഡോപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യുക, അതിനോട് ഒന്നിച്ചങ്ങോട്ട് പോവുക, അല്ലെങ്കിൽ അബാൻഡൻ ചെയ്യുക, ആ പ്രോസസ്സ് ഒഴിവാക്കിയിട്ട് പുതിയ ഏതെങ്കിലും രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഓക്കെ, മോണിറ്റർ ഹോൾഡ്സ് ദ ഗെയിൻസ്. അതുപോലെ ഈ ഒരു പ്രോസസ്സ് മീൻസ് ഈ ഒരു പ്ലാൻ ചെയ്ത ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്തത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ. ഓക്കെ, സോ ദീസ് ആർ കമ്മിങ് അണ്ടർ ആക്ട്. സോ ദിസ് ഈസ് എ PDCA cycle. Okay, now basic elements of an EMS. EMSന്റെ ബേസിക് എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ബേസിക് എലമെന്റ്സ് എന്തൊക്കെയാണ്? വൺ ഈസ് റിവ്യൂയിങ് ദ കമ്പനീസ് എൻവിറോൺമെന്റൽ ഗോൾസ്. കമ്പനിയുടെ എൻവിറോൺമെന്റൽ ഗോൾസിനെ റിവ്യൂ ചെയ്യുക. അനലൈസിങ് ഇറ്റ്സ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട്സ് ആൻഡ് ലീഗൽ റിക്വയർമെന്റ്സ്, അതായത് നമ്മുടെ പാരിസ്ഥിതികമായിട്ടുള്ള ലീഗൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എൻവിറോൺമെന്റൽ ആ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുണ്ടാവുന്ന എൻവിറോൺമെന്റൽ ഇമ്പാക്റ്റ് ഒക്കെ അനലൈസ് ചെയ്യുക. അപ്പോൾ ഈ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്സ് ഈ ഒരു ലീഗൽ റിക്വയർമെന്റ്സിന് ബാധിക്കുന്നുണ്ടോ, അതായത് ഈ നിയമങ്ങളൊക്കെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുക. ദെൻ സെറ്റിംഗ് എൻവിറോൺമെന്റൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് ടു റെഡ്യൂസ് എൻവിറോൺമെന്റൽ ഇമ്പാക്ട്സ്, അതായത് സർട്ടൻ എൻവിറോൺമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓർ എൻവിറോൺമെന്റൽ ഗോൾസ് തയ്യാറാക്കി വെക്കുക, സോ ദാറ്റ് ടു റെഡ്യൂസ് ദ എൻവിറോൺമെന്റൽ ഇമ്പാക്ട്സ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് എസ്റ്റാബ്ലിഷിംഗ് പ്രോഗ്രാംസ് ടു മീറ്റ് ദീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ ഒരു ഗോൾസ് അല്ലെങ്കിൽ ടാർഗറ്റ്സിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷിംഗ് സം പ്രോഗ്രാംസ്. ദെൻ മോണിറ്ററിങ് ആൻഡ് മെഷറിംഗ് പ്രോഗ്രസ് ഇൻ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മളിപ്പം കുറച്ച് പ്രോഗ്രാംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ആ പ്രോഗ്രാംസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് മോണിറ്ററിങ് ആൻഡ് മെഷറിംഗ് പ്രോഗ്രസ് ഇൻ അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ്. ദെൻ എൻഷുറിങ് എംപ്ലോയീസ് എൻവിറോൺമെന്റൽ അവയർനെസ് ആൻഡ് കമ്പീറ്റ്നെസ്, അതായത് നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് ഈ എൻവിറോൺമെന്റൽ അവയർനെസ് അവർക്കുണ്ടോ. ഓക്കെ, പിന്നെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം അവർക്കുണ്ടോ, അതുപോലെ തന്നെ അവർ എത്രത്തോളം ആ ഒരു പാരിസ്ഥിതിക ബോധം അവർ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ആൻഡ് റിവ്യൂയിങ് ദ പ്രോസസ് ഓഫ് EMS ആൻഡ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, അതായത് ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ PDCA ആക്ട് എന്ന് പറഞ്ഞ സൈക്കിളിൽ ഇറ്റ് വിൽ ബി റിവ്യൂയിങ് ദ പ്രോഗ്രസ് ഓഫ് ദാറ്റ് എൻവിറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് will make more improvements. എങ്ങനെ നമുക്ക് ഒരു EMS സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളത് നോക്കുക. സോ ദീസ് ആർ ആൾ ദ ബേസിക് എലമെന്റ്സ് ഓഫ് എൻ EMS. ആൻഡ് now coming to the environmental management standards and ISO 14000. Okay, so ISO എന്ന് പറഞ്ഞ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. So the ISO is the International Organization for Standardization. International Organization for Standardization is an international standard setting body composed of representatives from various national standards organizations.
സോ ഈ ISO എന്ന് പറയുന്ന ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി. അവിടെ ആരൊക്കെയുണ്ട്? റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം വേരിയസ് നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ. സോ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ആണ് BIS എന്ന് പറഞ്ഞത്, ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഈ ISOയിലുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ഓക്കെ, BIS നമ്മൾ ഈ ISOയിലുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ISO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡിയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫൗണ്ടഡ് ഓൺ 23rd February 1947 and this organization promotes worldwide proprietary industrial and commercial standards. And ഒരു എക്സാമ്പിൾ പറയാണ് ISO 14001 2015. ഇറ്റ് ഈസ് എന്താ സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു എൻവറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ISO കഴിഞ്ഞിട്ടുള്ള ഒരു നമ്പർ, ദ നമ്പർ അപ്പിയറിംഗ് ആഫ്റ്റർ ISO ക്ലാസിഫൈസ് ദ സ്റ്റാൻഡേർഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 14,000 സീരീസിൽ വരുന്നതാണിത്. അപ്പോൾ ഈ ഒരു നമ്പർ ഇറ്റ് ക്ലാസിഫൈസ് ദ സ്റ്റാൻഡേർഡ്. സോ 14,000 സീരീസ് എൻവറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് നമ്പർ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫൈനൽ നമ്പർ കാണാം. ആ ഫൈനൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ വേർഷൻ ഓഫ് ദാറ്റ് സ്റ്റാൻഡേർഡ്. അതായത് ഇവിടെ 14,000 സ്റ്റാൻഡേർഡിൽ 14,001, 2, 3 അങ്ങനെ കുറേ ഉണ്ടാവും. അപ്പോൾ ദ ഫൈനൽ നമ്പർ റെഫേഴ്സ് ടു ദ വേർഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇയർ കാണാം, ആൻഡ് ദ ഇയർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് കലണ്ടർ ഇയർ ആണെന്നുള്ളത്. ഓക്കെ, സോ ISO 14001 സ്റ്റാൻഡേർഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാൻഡേർഡ് വിത്തിൻ ദ ISO 14000 സീരീസ്. And ISO 14001 specifies the requirements of an environmental management system for small to large organization. Okay, so this specifies the requirements of an environmental management system for small to large organization. And ISO 14000 family of standards provides practical tools for companies and organization of all kinds looking to manage their environmental responsibilities. ഓക്കെ, സോ ISO 14000 ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ എൻവറോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. അതിൽ ISO 14001 specifies the requirements of environmental management system for small to large organizations. Okay, now ISO 14001 international standard for environment management system is based upon three major principles. എന്തൊക്കെ principles? One is prevention of environmental pollution. Okay, so ISO 14000-ലുള്ള ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അതായത് ISO 14001. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ എൻവറോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. അതിന് മെയിൻ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രിവെൻഷൻ ഓഫ് എൻവറോൺമെന്റൽ പൊല്യൂഷൻ. സെക്കൻഡ് വൺ ഈസ് കോംപ്ലിയൻസ് വിത്ത് എൻവറോൺമെന്റൽ റെഗുലേഷൻ, അതായത് എൻവറോൺമെന്റൽ റെഗുലേഷൻസ് ഒക്കെ പാലിക്കുക. ദെൻ തേർഡ് വൺ ഈസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓഫ് എൻവറോൺമെന്റൽ പെർഫോമൻസ്. എൻവറോൺമെന്റൽ പെർഫോമൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യുക. സോ ദീസ് ആർ ദ 3 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ISO 14001 സ്റ്റാൻഡേർഡ്. ആൻഡ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോളിസി ഉണ്ടാക്കുന്നു, പോളിസി ആൻഡ് കമ്മിറ്റ്മെന്റ്. ദെൻ ആ പോളിസി ആൻഡ് കമ്മിറ്റ്മെന്റ് ഒരു പ്ലാൻ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. ദെൻ ചെക്കിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് ആൻഡ് ദെൻ മാനേജ്മെന്റ് റിവ്യൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ PDCA സൈക്കിൾ തന്നെ. P എന്ന് പറയുന്നത് ഇവിടെ ഈ പോളിസി ആൻഡ് കമ്മിറ്റ്മെന്റ് പ്ലാനിങ്, ഇത് രണ്ടും Pയിൽ വരുന്നു. ഓക്കെ, പ്ലാനിൽ വരുന്നു. ദെൻ ഡു എന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓപ്പറേഷൻ, ഡൂയിൽ വരുന്നു. ദെൻ C എന്ന് പറഞ്ഞാൽ ചെക്ക് മീൻസ് ചെക്കിംഗ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ. ദെൻ A എന്ന് പറഞ്ഞാൽ ആക്ട്, മാനേജ്മെന്റ് റിവ്യൂ. സോ ISO 14000 സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ നമ്മളത് ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, now what are the main key requirements of this ISO 14000 series? First one is environmental policy, second one is planning, and third one is implementation and operation, and fourth one is monitoring and measurement. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. സോ ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് എൻവറോൺമെന്റൽ പോളിസിയാണ്. സോ ഡെവലപ്പ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻസ് കമ്മിറ്റ്മെന്റ് ടു ദ എൻവറോൺമെന്റ്. ഒരു ഓർഗനൈസേഷൻ്റെ എൻവറോൺമെന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുക. യൂസ് ദിസ് പോളിസി ആസ് എ ഫ്രെയിംവർക്ക് ഫോർ പ്ലാനിങ് ആൻഡ് ആക്ഷൻ. ഓക്കെ, ഈ ഒരു പോളിസി ഉണ്ടാക്കുക. ദെൻ
use that policy for planning and action. Then second key requirement is planning. In that, environmental aspects are coming. Identify the environmental attributes of the company's products, activities and services. Determine those that could have significant impacts on environment. അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആ ഒരു ഓർഗനൈസേഷൻ്റെ എന്തൊക്കെ ആക്ടിവിറ്റീസ് എൻവറോൺമെൻറ്റിന് ദൂഷ്യഫലമായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ട് എന്നുള്ള കണ്ടെത്തുക. Okay, then legal and other requirements. Identify and ensure access to relevant laws and regulations. അതായത് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ലോസും റെഗുലേഷൻസും അനുസരിച്ചിട്ടാണോ നമ്മുടെ ഈ പ്ലാനിങ് നടക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. Then third one is objectives and targets. Establish environmental goals for organization in line with policy, environmental impacts, views of interested parties and other factors. അതായത് നമ്മളൊരു ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക ബൈ യൂസിങ് നമുക്ക് ഓൾറെഡി എൻവറോൺമെൻറ്റൽ പോളിസി ഉണ്ടല്ലോ, ആ പോളിസി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എൻവറോൺമെൻറ്റൽ ഇമ്പാക്ട്സും നോക്കി അതുപോലെ നമ്മുടെ ഈ ആ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയും കൂടി കൂടുന്ന തരത്തിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് എൻവറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഓക്കെ, പ്ലാൻ ആക്ഷൻസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ടാർഗറ്റ്സ്. നമ്മൾ ഒരു ഒബ്ജക്റ്റീവ്സ് എൻവറോൺമെൻറ്റൽ പോളിസി ആദ്യം ഉണ്ടാക്കി, അതിനുശേഷം നമ്മൾ ഒരു എൻവറോൺമെൻറ്റൽ ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ ടാർഗറ്റ്സ് ഉണ്ടാക്കി, ആ ഒരു ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ ദ തേർഡ് വൺ ഈസ് implementation and operation. That is, in that structure and responsibility is coming. Establish roles and responsibilities and provide resources. അതായത് ആ ഓർഗനൈസേഷനിലുള്ള ഓരോ വ്യക്തികൾക്ക് ഓരോ റോൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുക ടു ആൻഡ് ഓൾസോ പ്രൊവൈഡ് റിസോഴ്സസ്. Then training, awareness and competence. അതായത് ensure that employees are trained and capable of carrying out their environmental responsibilities. നമ്മൾ പറഞ്ഞു ഓൾറെഡി ആ ഓർഗനൈസേഷനിലുള്ള ഓരോ വ്യക്തികൾക്ക് ഓരോ റോൾസും റെസ്പോൺസിബിലിറ്റീസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ റോൾസും റെസ്പോൺസിബിലിറ്റീസും കൊടുത്ത വ്യക്തികളെ ട്രെയിൻ ചെയ്യിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുക. ആൻഡ് ഓൾസോ ആ ഒരു എംപ്ലോയീസിനിടയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക. അതുപോലെ കേപ്പബിൾ ഓഫ് ക്യാരിങ് ഔട്ട് ദർ എൻവറോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റീസ്, അതായത് അവർ അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. Okay, and the third one is communication. That is, establish process of internal and external communication on environmental management issues. അതായത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം in this environmental management issues. Then EMS documentation, അതായത് ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ, മെയിൻറ്റെയിൻ ഇൻഫോർമേഷൻ ഓൺ EMS ആൻഡ് റിലേറ്റഡ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഡോക്യുമെൻറ്റ് കൺട്രോൾ, എൻഷുർ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആൻഡ് അതർ സിസ്റ്റം ഡോക്യുമെൻറ്റ്സ്. അതൊരു പ്രോപ്പർ വേയിൽ ഈ ഡോക്യുമെൻറ്റേഷൻ പ്രൊസീജിയേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് ചെക്ക് ചെയ്യാം. Then operational control, identify, plan and manage the operations and activities in line with the policy objectives and targets. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഒബ്ജക്റ്റീവിനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഓക്കെ, and the fourth key requirement is monitoring and measurement. In that, non-conformance and corrective and prevention action, അതായത് ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് പ്രോബ്ലംസ് ആൻഡ് പ്രിവെൻറ്റ് റിക്കറൻസസ്. അതായത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ കണ്ടെത്തുകയും ആ ഇഷ്യൂ റെക്ടിഫൈ ചെയ്യും. വീണ്ടും വീണ്ടും ആ സെയിം ഇഷ്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാൻ നോക്കുക. And the second one is records. Keep adequate records of EMS performance. ആ ഒരു എൻവറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡിൻ്റെ പെർഫോമൻസ്, അതായത് കംപ്ലീറ്റ് പെർഫോമൻസിൻ്റെ റെക്കോർഡ് കീപ്പ് ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് EMS audit. Periodically verify that your EMS is operating as intended. അതായത് പീരിയോഡിക്കലി ആയിട്ട് ഓഡിറ്റിംഗ് നടത്തുക. ആൻഡ് സോ ദാറ്റ് ടു വെരിഫൈ ദാറ്റ് EMS ഈസ് ഓപ്പറേറ്റിംഗ്, വിചാരിച്ച പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദെൻ മാനേജ്മെൻറ്റ് റിവ്യൂ. പീരിയോഡിക്കലി റിവ്യൂ യുവർ EMS വിത്ത് എൻ ഐ ടു കണ്ടിന്യൂൽ ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ
നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു സിസ്റ്റത്തിന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. അപ്പോൾ പീരിയോഡിക്കലി വി ഷുഡ് review that EMS, okay, and how to check if there is a scope for continuous improvement. So these are the major key requirements of ISO 14000 series, and now we can see what all are the key EMS benefits. First one is improved environmental performance, second one is reduced liability, third one is competitive advantage, fourth one is employee involvement, and fifth one is improved public image, and sixth one is enhanced customer trust. So these are the major benefits, key benefits of environment management system. ഓക്കെ, സോ അപ്പം ഇന്നത്തെ ഈ ലെക്ചറിൽ നിങ്ങൾക്ക് ഈ EMS എന്താണെന്നും അതുപോലെ എൻവിറോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാൻഡേർഡ് എന്താണെന്നും അതുപോലെ എന്താണ് ISO 14000 സീരീസ് എന്നും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, സോ വിത്ത് ദിസ് I am concluding today's topic. Thank you.